നമ്മുടെ ശബരിമലയുടെ ഒരു രൂപം ഈ ഒരു ക്ഷേത്രത്തിന് ഇങ്ങനെ ഫീൽ ചെയ്തു. അതൊരു 18 അമ്പടി കയറുന്ന ഒരു സ്റ്റെപ്പുകളെല്ലാം തന്നെ ഉള്ളതുപോലെ ഫ്രണ്ടേജിൽ ഇങ്ങനെ കാണുന്നുണ്ട്. പിന്നീട് സൈഡിലേക്ക് നോക്കുമ്പോൾ വേറെയും സ്റ്റെപ്പുകൾ കാണുന്നുണ്ട്. മുന്നിൽ നമ്മൾക്കൊരു പാലമാണ് കിട്ടിയിട്ടുള്ളത്. ആ പാലത്തിനോട് ചേർന്നിട്ടാണ് ഈ ഒരു ക്ഷേത്രം വരുന്നത്. നമ്മൾ കടപ്പ എന്ന് പറയുന്ന പ്രദേശത്ത് നിന്ന് അനന്തപുരം എന്ന് പറയുന്ന ഒരു ലൊക്കേഷനിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വെള്ളം കുറവായിട്ടുള്ളൊരു പുഴയാണ് ഈ കാണുന്നത്. ഏകദേശം 1 കിലോമീറ്ററോളം നീണ്ടു കിടക്കുന്ന പാലമാണ് നമ്മുടെ മുന്നിലുള്ളത്. പാലത്തിനെല്ലാം തന്നെ ഒരു കാപ്പി വെള്ള മിക്സഡ് ആയിട്ടുള്ളൊരു കളറാണ് മിക്കവാറും സ്ഥലങ്ങളിലും കാണുന്നത്. നീണ്ടു കിടക്കുന്ന ഒരുപാട് പാലങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പാലങ്ങൾക്കൊക്കെ തന്നെ കവാടമോ അല്ലെങ്കിൽ സ്തൂപമോ എന്തെങ്കിലുമൊക്കെ ഓരോ പാലത്തിനും കാണാൻ സാധിക്കാറുണ്ട്. 2 സൈഡിലും കാണാൻ സാധിക്കാറുണ്ട്. ഈ ഒരു ക്ഷേത്രത്തിനെ നോക്കി കാണുമ്പോൾ പല നിറങ്ങളും ഇണങ്ങിയിട്ടുള്ളൊരു ക്ഷേത്രം. കൂടുതലും ചന്ദന കളറിലാണ് കാണാൻ സാധിക്കുന്നത്. എങ്കിലും പല നിറവും ഇതിൽ മിക്സ് ആയിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു പ്രത്യേകത. അങ്ങനെ നമ്മൾ മുന്നിലേക്ക് വരുമ്പോൾ ഇതുപോലെ ചാക്കുകളെല്ലാം തന്നെ ഇങ്ങനെ നിർത്തി വെച്ചതായി കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നീടാണ് മനസ്സിലാക്കാൻ സാധിച്ചത് അതിൻ്റെ ബാക്കിൽ ഒരുപാട് നെൽക്കൂനകൾ കിടക്കുന്നുണ്ട്. നെല്ല് ചാക്കാക്കിയിട്ട് ഇങ്ങനെ വരിക്ക് വെച്ചതാണെന്ന് മനസ്സിലായി. പിന്നീട് നമ്മൾ ഫ്രണ്ടിലേക്ക് നോക്കുമ്പോൾ ഇതുപോലെ മനോഹരമായിട്ടുള്ളൊരു ഏരിയയാണ് നമുക്ക് കാണുന്നത്. കടപ്പ എന്ന് പറയുന്ന പ്രദേശത്താണ് നമ്മളുള്ളത്. ഒരുപാട് കൃഷി സമൃദ്ധിയുടെയും അതുപോലെ പഴമയിൽ ഒരുപാട് ഹിസ്റ്ററിയൊക്കെ ആയിട്ടുള്ളൊരു പ്ലേസാണ് കടപ്പ. നമ്മളങ്ങനെ മുന്നിലേക്ക് നോക്കുമ്പോൾ ഇതുപോലെ ഒഴിഞ്ഞു കിടക്കുന്ന മനോഹരമായിട്ടുള്ള റോഡാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത്. സൈഡിലേക്കെല്ലാം തോന്നുന്നത് നോക്കുമ്പോൾ ഒഴിഞ്ഞു കിടക്കുന്ന പ്രദേശങ്ങൾ തന്നെയാണ് കൂടുതലും കാണുന്നത്. ചിലപ്പോൾ ഈ ഒരു ഏരിയയിൽ വെള്ളം കുറവുകൊണ്ടായിരിക്കാം ഇതുപോലെ ഇങ്ങനെ ഒഴിഞ്ഞു കിടക്കുന്നത് എന്ന് ഇങ്ങനെ തോന്നിപ്പോയി. പിന്നീട് നമ്മൾ മുന്നിലേക്ക് പോകുന്തോറും മനോഹരമായിട്ടുള്ള കാഴ്ചകൾ തന്നെയാണ് നമ്മളിങ്ങനെ കാത്തിരിക്കുന്നത്. റോഡുകളെല്ലാം കണ്ടില്ലേ, മനോഹരമായിട്ട് ഒരുപാട് ദൂരം, കണ്ണെത്താ ദൂരം ഇങ്ങനെ ഒഴിഞ്ഞ് നല്ല വൃത്തിയിലും നല്ല രസകരവുമായിട്ട് കിടക്കുകയാണ് എന്നുള്ളതാണ്. അതിനോട് ഇണങ്ങിയിട്ട് തന്നെയാണ് ഈ ഒരു പ്രകൃതിയുടെ ആ ഒരു കാഴ്ചകളും നമുക്കിങ്ങനെ കിട്ടുന്നത്. ഇവിടുത്തെ മണ്ണുകളെല്ലാം തന്നെ നമ്മുടെ നാട്ടിലെ ചെങ്കല്ലില്ലേ, ചെങ്കല്ല് ഉറപ്പില്ലാത്ത ചെങ്കല്ല് എങ്ങനെ കൈ പിടിച്ചാൽ പൊടിയുന്ന രൂപത്തിലുള്ള അതുപോലത്തെ മണ്ണാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഈ ഏരിയയിലെല്ലാം തന്നെ ക്ഷീരകർഷകരെയാണ് കാണാൻ സാധിക്കുന്നത്. പോത്ത്, കാള, എരുമ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഉള്ള ആളുകളെയാണ് കൂടുതലും കാണാൻ സാധിക്കുന്നത്. കൃഷിയുമായി ബന്ധപ്പെട്ട ആളുകൾ കുറവായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം നമുക്ക് ചുറ്റുപാടൊന്നും അങ്ങനെ കർഷകരുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊന്നും കാണാൻ സാധിച്ചില്ല. പിന്നെ ഇവിടെ കൂടുതലായിട്ടും കൃഷി നടക്കുന്നത് തക്കാളി ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് കാണാൻ സാധിച്ചതും. ഈ വരുന്ന ആളുകളെല്ലാം തന്നെ എവിടെയോ ജോലി കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുന്ന ഒരു മനോഹരമായിട്ടുള്ള കാഴ്ചയാണ്. ഒരുമിച്ച് ഇങ്ങനെ എല്ലാ സാധനങ്ങളും ഇട്ട് വരുന്നുണ്ട്. പിന്നെ എടുത്തു പറയേണ്ടത് ഈ റൂട്ടിലൂടെയുള്ള യാത്രയാണ്. നമ്മുടെ ഊട്ടി മൈസൂർ റോഡുണ്ടല്ലോ, അതേപോലെയാണ് ഇവിടുത്തെ ആ ഒരു റോഡിൻ്റെയും ചുറ്റുപാടിലെയും പ്രകൃതി രമണീയമായ കാഴ്ചകൾ നമുക്കിങ്ങനെ കിട്ടുന്നത്. ഈ റോട്ടിലൂടെയുള്ള മനോഹരമായ യാത്ര അത് വേറെ ലെവലാണ് എന്നുള്ളതാണ്.